വളരെ രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ ജെൻസി. കാര്യം അവർ വിശ്വാസം നമ്മളില്ല എന്ന് പറയുന്നത് ആ ഫാക്ടറൊന്നുമല്ല, ഈ എത്രമാത്രം അപ്ഡേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിന് ആവശ്യം എന്താണ്, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഒരാൾ പ്രസൻറ്റ് ചെയ്ത് കൊടുത്താൽ, വിത്ത് പ്രൂഫ് പറഞ്ഞു കൊടുത്താൽ അത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു തലമുറ മനസ്സിലാക്കാൻ പറ്റുന്ന. അതുകൊണ്ട് ആ ജെൻസി വോട്ടുകൾ കൂടുതലും എനിക്ക് തോന്നുന്നു വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാളുടെ ഇപ്പം മീഡിയ പ്രസൻസ് ഭയങ്കരമായിട്ട് വി ഡി സതീശൻ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേവലം ഈ രാഷ്ട്രീയം മാത്രം സംസാരിക്കുകയല്ല, ഈ നാടിനെ വെച്ചിട്ട് അദ്ദേഹം ക്ലിയർ ആയിട്ട് വളരെ ക്ലിയർ പിക്ചർ കൊടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താൽ ഇവിടെ മാറ്റം ഉണ്ടാവും, പുതിയ കുട്ടികളെ എങ്ങനെ കൊണ്ടുവരാം, അവർക്ക് എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ പല മേഖലകളിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ജെൻസി തലമുറയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ജെൻസി വോട്ടുകൾ UDF-ലേക്ക് തന്നെ പോകും, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകുന്നതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാക്ടറും കൂടി ഇത്തവണ ഇലക്ഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ നമ്മൾ കണ്ട ഒരു ഇലക്ഷൻ്റെ രീതി ആയിരിക്കില്ല ചില ഈ പറയുന്ന മണ്ഡലം. കാര്യം പണ്ട് നമ്മളൊരു 15 വർഷം മുമ്പ് നമ്മൾ നോക്കിയാൽ, ഒരു 10 വർഷം മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലഘട്ടത്തിലുള്ള നമുക്കറിയാവുന്ന വളരെ പ്രായമുള്ളവർ, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലഘട്ടം പിന്നിലുള്ള ആളുകൾ. കാലഘട്ടം പിന്നിൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ മീഡിയം വഴി പറയുന്ന പുതിയ ടെക്നോളജിയുമായിട്ടൊന്നും വളരെ ബന്ധമില്ലാതെ അവർ ചിലപ്പം രാഷ്ട്രീയം മാത്രമായിരിക്കും ചർച്ച ചെയ്യുക. പിന്നീടുള്ള തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. അവർ ചില ഈ ചുറ്റും നടക്കുന്ന അവരുടെ വളരെ തൊട്ടടുത്ത് നടക്കുന്ന കാര്യങ്ങളെ മാത്രം ചർച്ച ചെയ്തു പോകുന്ന ഒരു കാലം, ഒരു കുറച്ച് വോട്ടേഴ്സ്. പക്ഷേ ഇപ്പോൾ ജെൻസി എന്ന് പറയുമ്പോൾ അവർ എൻ്റെ സ്ഥലത്താണോ എൻ്റെ തൊട്ട് അപ്പുറത്തെയാണോ അതോ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഏതോ ഒരു രാജ്യത്ത് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ വരെ അതുമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന എന്ത് കാര്യങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് നോക്കുന്ന ഒരു തലമുറയാണ്.